ാകാൻ യൂസഫ് അലി ശീലമാക്കിയത് 4 കാര്യങ്ങളാണ്. ഒന്ന് പങ്ക്ച്വാലിറ്റിയാണ്. ഇപ്പം 10 മണിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞാൽ അവർ 10 മണിക്ക് എണിക്കുള്ളൂ. പുതിയ ജനറേഷൻ അത് പാടില്ല. 2, ദേ ഷുഡ് ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അത് ചെയ്യാത്തിടത്തോളം കാലം അവർ വിജയിക്കില്ല. 3, വരുമാനത്തിൽ കൂടുതൽ ചെലവ് ചെന്നിരിക്കുമ്പോഴത്തേനും 4 മൊബൈലും 8 കമ്പ്യൂട്ടറും 5 കാറും അല്ല, അത് സ്വന്തം അധ്വാനിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് ചെലവഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം. പിന്നെ വാല്യൂ, ഇപ്പോൾ ഒരുപാട് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം അവർ. ഇക്കാര്യങ്ങൾ പാലിച്ചാണ് പല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയോ ഏതെങ്കിലും ഒരു പഠിത്തമോ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസമോ ദീനിയായതോ അതല്ലെങ്കിൽ ലൗകികമായ വിദ്യാഭ്യാസമോ ഏതാണെങ്കിൽ നമ്മൾ അവിടുന്ന് പഠിച്ച് ഇറങ്ങുമ്പോൾ ആ പഠിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് പഠിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടുത്തെ പൊരുത്തം വാങ്ങിയാണ് പുറത്തു വരേണ്ടത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുക്ക് പഠിപ്പിച്ച ഒരു ഉസ്താദ്, PMK ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ, PMK മദനി ഉള്ളാൾ തങ്ങളുടെ ശിഷ്യനാണ് എൻ്റെ ഉസ്താദ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. എന്തെന്ന് പറഞ്ഞാൽ, ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദന്മാരുടെ പൊരുത്തം വാങ്ങുന്നതിൻ്റെ വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സിഹിർ പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിലും ആ ഉസ്താദിൻ്റെ പൊരുത്തം വാങ്ങി വന്ന് അവൻ സിഹിറിൻ്റെ പണി തുടങ്ങിയാലേ അത് ഫലം പിടിക്കുമെന്നാണ്. അത്രക്കും ഉസ്താദന്മാർക്ക് ഗൗരവമുണ്ട്, ഉസ്താദന്മാർക്ക് അതിൻ്റെ വാല്യൂ ഉള്ളതാണ്. അതൊന്നും ചെയ്യാതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഒരുപാട് കാലം ഇവിടെ ഒരു മുസ്ലിയാർ പഠിച്ചെങ്കിലും ആ വഴി തെറ്റിക്കുന്ന കാര്യവും പോലും ശരിയായ രീതിയിൽ പഠിക്കാതെ അവിടുന്ന് ഉസ്താദിൻ്റെ പൊരുത്തമില്ലാതെയാണ് പുറത്തേക്ക് അവിടുന്ന് ചാടിയത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയുന്ന ഈ മുസ്ലിയാർ ആരാണ്, എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നത് മംഗലാപുരം നക്ക് ഭാഷയിലാണെങ്കിലും ഞാൻ അതിനെ പിന്നെ പരിഭാഷയാക്കി പറയാം. ഇൻഷാ അല്ലാഹ് അത് കേട്ടോളൂ. അതിലൊരു കമൻറ്റ്, നിങ്ങൾ അള്ളാഹുരൊട്ടി കേട്ടെങ്ങ് മയ്യാവല്ലേ, അല്ലല്ലേ റഹ്മാന്, അല്ലല്ലേ രാജാവ്, അല്ലല്ലേ റബ്ബ്, അവൻ്റെ കേട്ട മയ്യാവല്ലേ. എന്തൊക്കെ ഈ മഹാന്മാർ, എന്തൊക്കെ ഈ ഔലിയാക്കളുണ്ട് ഭയങ്കര ഉസാറിൽ ഒരാൾ കമൻ്റ് ഇട്ട് നോക്കൊരു അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ തേടത് സിർക്കൈട്ടിക്കിട്, അത് ഇസ്ലാം പഠിപ്പാടാത്ത ഒരു വിഷയത്തിക്കിട് അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ നിങ്ങൾ കേക്കൊകുത്തീരാ പ്രാർത്ഥന ചൊന്ന് എന്തിരെ കേക്കൊകുത്തീരാണ്ട് എത്തിക്കിട്. അങ്ങനെ ശിർക്ക് പണ്ടേണ്ട് കണ്ടെങ്കിൽ നക്ക് അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ സഹായ കേക്കിടുത്ത് ശിർക്കുಂಟ ആയിന്നേണ്ട് കണ്ടെങ്കിൽ ನಾನು ಔತುಳಿ ತೆಚ್ಚೊಂಡಿಕ್ಕುವ ನಕ್ಕು ಜೋರು ತಾಗೈತಂಡು ಬಾರಿಕರು. ഒരു ഗ്ലാസ് തന്നി ನನ್ನ ഉമ്മട്ടിಗೆ എടുത്തവർ ചെന്ന് ഉമ്മ ഒരു ഗ്ലാസ് തന്നി എടുത്തവരുಂಟು. അപ്പോൾ ഉമ്മ ഒരു ഗ്ലാസ് തന്നി എടുത്ത വന്നിട്ട് നക്ക് ಹೆಲ್ಪ್ ആക്കിತ್ತು, ಸಹಾಯ ಆಕಿತ್ತು. ഉമ്മ ನಾನು തേടിയപ്പ നക്ക് ഉമ്മ സഹായ ആക്കിತ್ತು. അപ്പോൾ ഉമ്മ തന്നി തണ്ടത് ശിർക്ക്. ഇങ്ങനെ വാദനുസരിച്ച് അങ്ങനെ ചൊല്ലണ്ടേ അല്ല. ഒരാളുട്ടിക്ക് തേടിയിട്ട് അയാൾ സഹായിച്ചെങ്കിൽ അല്ല അല്ലാത്ത ഒരാളുട്ടിക്ക് തേടി സഹായിച്ചെങ്കിൽ അത് ശിർക്ക് ഉണ്ടാവണമെന്ന് വേണ്ടി കണ്ടെങ്കിൽ ഉമ്മ നക്ക് ഒരു ഗ്ലാസ് തന്നി എടുത്താൽ ഹെൽപ്പ് ആക്കിയെങ്കിൽ അതും ശിർക്ക് ചൊല്ലണ്ടേ ഉണ്ട്. എന്തിന് പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇദ്ദേഹം ഒരു ഖബർ പൂജയ്ക്ക് വിളിക്കുന്ന ഒരാളാണ്. അവിടെ പുത്തൂർ ഭാഗത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കൂറ തങ്ങൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ശേഷം ഓരോ ദിവസങ്ങളും അത് ഡെവലപ്പായി, അത് വളരെ വളർന്നു എന്ന് പറയുന്നില്ല, അതുപോലെ വളർന്നു വലുതായി ഓരോ ദിവസങ്ങളിലും അത് ഡെവലപ്പായി 7ാമത്തെ ദിവസത്തിലേക്കാകുമ്പോൾ അത് നല്ല രീതിയിലേക്ക് എത്തി. അവിടെ സിയാറത്ത് തുടങ്ങി. സിയാറത്ത് ചെയ്യേണ്ടത് അത് നമ്മുടെ കടമയാണ്. സിയാറത്ത് ചെയ്യേണ്ടത് എന്തിനാണ് എന്നുള്ളതും പഠിക്കണം. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. സിയാറത്ത് ചെയ്യേണ്ട ഉദ്ദേശം നമ്മൾക്ക് അവിടത്തേക്ക് ആ മരണപ്പെട്ട വ്യക്തിയിലേക്ക് നമ്മൾ ദുആ ചെയ്യാനും അതുപോലെ നമുക്ക് മരണമുണ്ട്, ആ മരണം നല്ല രീതിയിലായിരിക്കണമെന്നുള്ള ഒരു തേട്ടമാണ്.
ഏതായാലും മരണം അള്ളാഹു ഉദ്ദേശിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. അതാണ് ഉദാഹരണം വയനാട്ടിൽ നടന്ന സംഭവം. ഏതാണ് നമുക്ക് പ്രാർത്ഥിച്ചാൽ നഷ്ടമില്ല, പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഫലമാണ്. എന്താണ് അത്? ഒരു ഇബാദത്താണ് പ്രാർത്ഥന. അത് ഖബറിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന ഉദ്ദേശം ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ആയിരിക്കണം എന്നല്ലാതെ നമുക്ക് ദുനിയവിയായ കാര്യത്തിൽ നേട്ടം കിട്ടാനും അവിടെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. നേട്ടം അള്ളാഹു തആല എത്ര സമയമാണ്, ഏത് നേട്ടമാണ് നമുക്ക് തരാനുള്ളത്, ഏത് ഉയർച്ചയാണ് നമുക്ക് തരാനുള്ളത്, അതിന് അള്ളാഹു തആല നീ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇനി അള്ളാഹുവിനെ തന്നെ നീ കുറ്റം പറഞ്ഞാലും നിനക്ക് തരുന്നത് തന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഫലവും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ റിസൾട്ടും വരുന്നത് നിനക്ക് ആഖിറത്തിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിലേക്ക് അവൻ പെടുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ, അതല്ലെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്യാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ ഖബർ സിയാറത്ത് ചെയ്യാത്തത് കൊണ്ടോ എന്ന് പറയാനില്ല. അതവൻ്റെ വിധിയാണ്. അതും ഉദാഹരണക്ക് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വയനാടിൽ നടന്ന സംഭവം നിങ്ങൾക്കൊരു ഉദാഹരണക്കായി പറയുന്നത്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നത് അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്താൽ പോരെ, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ എന്ന് വന്ന കമൻറ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ വളർത്താൻ വേണ്ടി ഒരു വീഡിയോയിൽ വന്നത്. അതാണ് ഇദ്ദേഹം പറയുന്ന പൊട്ടത്തരം. ഇദ്ദേഹത്തിന് പഠിപ്പിച്ച ഉസ്താദിൻ്റെ പൊരുത്തവും പോലും ഇല്ല എന്ന്. നല്ല രീതിയിൽ അദ്ദേഹം പഠിപ്പിച്ചതായിരുന്നു. ഏത് രീതിയിലാണ് ജനങ്ങളെ വഴിതെറ്റിക്കണം, ഏത് രീതിയിലാണ് ഖബറിൻ്റെ അടുത്തിലേക്ക് നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കണം. ഇപ്പോൾ എത്തിക്കാനുള്ള സാമഗ്രി ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളതായിരിക്കുന്ന ഈ മൊബൈലാണല്ലോ എത്തിക്കുന്നത്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കി 100 ആളും 1000 ആളുള്ളതായിരിക്കുന്ന ഗ്രൂപ്പുകളെ ഉണ്ടാക്കി എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അവിടത്തേക്ക് എത്തിയേ പറ്റൂ. ഇത് നമ്മുടെ കാര്യമാണ്, ഇതിനെ വിജയിപ്പിക്കണം. ഇവിടെ ഒരുപാട് പഴയ സമസ്തക്കാർ, SKSSF സമസ്തക്കാർ, EK സമസ്തക്കാർ ഉള്ളതായിരിക്കുന്ന പ്രദേശമാണ്. ഇവിടെ നമ്മൾ തോൽക്കാൻ പാടില്ല. ഈ ഖബറിൻ്റെ അടുത്ത് എല്ലാവരും വന്നിനെത്തണമെന്ന് കൂറത്തേക്ക് എത്തിച്ചത് മനസ്സിലായില്ലേ? അവിടുത്തെ വിഷയത്തിൽ തന്നെയാണ് ഈ മുസ്ലിയാർ ചെയ്യുന്ന വീഡിയോകൾ. അവിടത്തേക്ക് സപ്പോർട്ട് ചെയ്തു. കൂറത്തങ്ങൾക്ക് ആരും വിരോധമല്ല, മരണപ്പെട്ട ഒരാൾക്കും ആരും വിരോധമല്ല. അവർ എല്ലാവരും നല്ലവരാണ്. അവരുടെ നല്ലയും അവരുടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എനിക്ക് പറയാനുള്ള അവകാശമോ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമോ ഇല്ല. ഒരാൾ കള്ളു കുടിച്ച് നടക്കുന്ന ആൾ നല്ല ദിവസത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉഹ്റവിയായ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ഇതായിരിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? അവിടുത്തേതായിരിക്കുന്ന എന്താണ് അള്ളാഹു തആല കൊടുക്കുന്ന ഏത് രീതിയിലുള്ള ശിക്ഷയാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷയാണോ എന്ന് എല്ലാം തീരുമാനിക്കുന്നു അള്ളാഹുവാണ്. നമുക്ക് ഒന്നുമില്ല. ഇവിടെ നല്ല ഒരു കാതൽ കുലാത്തി മരിച്ചാലും അദ്ദേഹത്തിൻ്റെതും സെയിമാണ്. മനസ്സിലായില്ലേ മനുഷ്യന്മാരെ? വളരെ വിഷമത്തോടു കൂടെ പറയുന്നതാണ്. ഇദ്ദേഹം പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത്, എനിക്ക് വന്ന കമൻറ്റ് ഇതാണ്: അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ, അവിടുത്തെ കൂറത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് വളരെ ദാഹമായി, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വളരെ ദാഹമായപ്പോൾ ഞാൻ ഉമ്മാട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. വിളി കേട്ട് എൻ്റെ ഉമ്മ വെള്ളം കൊണ്ടു തന്നു, എന്നെ സഹായിച്ചു. ഞാൻ വെള്ളം കുടിച്ച് നല്ല സുഖമായി, നല്ല രീതിയിലായി, ദാഹമെല്ലാം തീർന്നു, ഞാൻ റിലാക്സായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണെങ്കിൽ ശിർക്കല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പൊരുത്തമില്ല, പഠിപ്പിച്ചവരുടെ പൊരുത്തമില്ല എന്ന് പറയുന്നത്. ഇദ്ദേഹം ചോദിച്ചത് ഹയാത്തുള്ള ഉമ്മയോടല്ലേ സഹോദരന്മാരെ? ഇദ്ദേഹം ചോദിച്ചത് ഹയാത്തുള്ള ഉമ്മയോടല്ലേ? മരണപ്പെട്ട ഉമ്മയോട് ചോദിച്ചു നോക്കൂ. വെള്ളം കൊണ്ടുവരുന്നോ നോക്കൂ. വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഈ വേദി ആവശ്യമില്ല. നമുക്ക് ഒരുപാട് വേദികളുണ്ട്. ഇതിൻ്റെ കാശും നമുക്ക് ആവശ്യമില്ല. ഇവിടെ സമ്പാദിച്ചിട്ടൊന്നും ചെയ്യാനുമില്ല. നമ്മുടെ ജീവിതമാർഗം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്കിത് ചെയ്യാനും സമയമില്ല. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ പോക്കൃത്തങ്ങളും തെണ്ടിത്തരങ്ങളും കേട്ട് നിങ്ങൾ ഓരോ വാചകങ്ങൾ. ഇവിടെ സൗത്ത് കനറയിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. സൗത്ത് കനറ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം സഹോദരന്മാരെ, മംഗലാപുരം ഭാഗം. ഇവിടെ ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അതിനെ നമ്മൾ പ്രതികരിച്ചു കൊണ്ടിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ
ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സൗത്ത് കന്നഡ എന്ന മംഗലാപുരം ഭാഗത്ത് നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയത് കൂറ തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു താല വിശാലമാക്കട്ടെ. അദ്ദേഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു താല രക്ഷപ്പെടുത്തട്ടെ. അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെയും സ്വർഗത്തിലേക്ക് അള്ളാഹു താല ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട് പോയി അദ്ദേഹത്തിന് കൈ പിടിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് വന്നവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന് കുറ്റം പറയുന്നതല്ല, ഇതുപോലെ തെണ്ടികളെയാണ് കുറ്റം പറയുന്നത്. ഈ തെണ്ടിത്തരം ചെയ്യുന്ന ഇദ്ദേഹം ചോദിച്ചത് സ്വന്തം ഉമ്മയോട്, ഹയാത്തുള്ള ഉമ്മയോടാണ് ചോദിച്ചത്. ഹയാത്തുള്ള ഉമ്മ കൊടുത്തത് കൊണ്ട് അത് ശിർക്കാവില്ല ഇവരുടെ വാദത്തിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ വാദം എന്താണ്? ഖബറിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നതിനാണ് വാദമുള്ളത്. അവിടെ പോയി എന്തിനാണ് ചോദിക്കണം? ദുനിയവിയായ കാര്യം എന്തിനാണ് ചോദിക്കണം? ഇങ്ങോട്ട് കിട്ടാൻ ഇൻകമിങ്ങിന് എന്തിനാണ് ചോദിക്കണം? നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ? രാവിലെ എണീച്ച് നീ സുബഹി നമസ്കരിച്ച് അതിൻ്റെ ശേഷം നീ എണീച്ച് ചായ എല്ലാം കുടിച്ച് അതിൻ്റെ ശേഷം ഒരു ദുഹാ നിസ്കരിച്ച് നീ തുടങ്ങിക്കോ. നിൻ്റെ എല്ലാ ഇൻകംകളും നിൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഏതെങ്കിലും ഒരു പ്ലാൻ ഇട്ടു, ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ നീ തുടങ്ങിക്കോ. അതല്ലെങ്കിൽ 4 കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോയിക്കോ. ഇതുപോലെയുള്ള തെണ്ടിത്തരം പഠിപ്പിക്കരുതേ, ദയവ് ചെയ്ത് പഠിപ്പിക്കരുതേ. ഇതുപോലെയുള്ള നിയമിക്കൽ, ഇതുപോലെയുള്ള മദ്രസ ഡ്യൂട്ടി കൊടുക്കൽ വളരെ ഡേഞ്ചറാണ് സഹോദരന്മാരെ. അവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല വിശ്വാസികളാണ് ഉള്ളത്, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നവരാണുള്ളത്. അവരെയാണ് ഇവൻ പൊട്ടാക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ വിഷമം. ഇദ്ദേഹത്തിൻ്റെ ഭാഷ മംഗലാപുരം ഭാഷയാണ്. ആ ഭാഷയിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകും. എങ്കിലും ഓരോ കമൻറ്റുകൾ വരുന്നത് വളരെ നല്ല ഒരു രീതിയിലായിരിക്കുന്നു കമൻറ്റുകൾ ഇദ്ദേഹത്തിന് വരുന്നത്. അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുത്താൽ പോലെ, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ. അതിന് ഇവൻ പറയുന്നത് ഖബറിൻ്റെ അടുത്ത് പോയാൽ അവിടെ നമുക്ക് റെക്കമെൻഡ് കിട്ടുമെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇദ്ദേഹം ചോദിച്ചത് ഹയാത്തുള്ള ഉമ്മയോടാണ്. ഹയാത്തുള്ള ഉമ്മയോട് പോയി ചോദിച്ചത് വെള്ളം കൊടുത്തതാണ്. മരണപ്പെട്ട ഉമ്മയോട് നീ വെള്ളം ചോദിച്ച് നോക്കൂ. അതുപോലെ ഒരു കളക്ടറുടെ കഥയും പറയുന്നു. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എൻ്റെ മകൻ കളക്ടറാണ്. ആ കളക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ല, അതും സത്യമാണ്. അപ്പോൾ എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാർക്ക് ഉള്ളത് കൊണ്ട് ആ കളക്ടറുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് എന്താണ് നമുക്ക് പാസ്സായി കിട്ടാൻ, അവിടെ എന്താണ് കാര്യങ്ങളുള്ളത്, ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്കുള്ള അവരുടെ സ്ഥലത്തിൻ്റെതോ സൈറ്റിൻ്റെതോ വീടിൻ്റെതോ തകരാറുകളോ മറ്റുള്ളതോ കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കാൻ കളക്ടർ വേണം. അപ്പോൾ കളക്ടർ എൻ്റെ മകനായതുകൊണ്ട് ഞാൻ കളക്ടറിനോട് നേരിട്ട് സംസാരിച്ച് ഞാൻ ശരിയാക്കി തരും. അപ്പോൾ അത് ശിർക്കാവൂലേ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ ജനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാൻ കളക്ടറോട് പോയി പറയും. അപ്പോൾ ഇവൻ അവിടെ ഔലിയ ആയതാണ്, ഔലിയയുടെ സ്ഥാനത്തേക്കാണ് ഇവൻ നിന്നത്. അപ്പോൾ ഇവന് ഹയാത്തുണ്ടെന്നുള്ള ബോധമില്ല ഇവനിക്ക്. ഹയാത്തുള്ള ഈ മുസ്ലിയാരോട് പറയാം, ഇദ്ദേഹത്തിൻ്റെ മകൻ കളക്ടറായാൽ നമ്മൾ പറയാം, പോകാം, എല്ലാം ചെയ്യാം. ഇദ്ദേഹം മരണപ്പെട്ടാൽ നമ്മൾ എങ്ങനെ പോകും? അവിടെ പോയി പറഞ്ഞാൽ എങ്ങനെ ഇവൻ കേൾക്കൂ? അത് തന്നെയാണ് നമ്മുടെ വാദം. അതുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങളെ അള്ളാഹുലേക്ക് അടുക്കുന്നതിനെ തെറ്റിക്കല്ലേ മുസ്ലിയാരെ. ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അള്ളാഹുവിന് ഇബാദത്തെടുക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുന്നത് നിങ്ങൾ ദൂരത്താകുന്നത് വളരെ വിഷമത്തിൻ്റെ കാര്യമാണ്. ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ കാരണമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇബാദത്ത് അള്ളാഹുവിലേക്കാണ്. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. അതിന് ഒരുപാട് ഗ്രൂപ്പിൻ്റെ ആവശ്യവുമില്ല. അതുപോലെയുള്ള സലാത്ത് മജ്ലിസ് എന്നുള്ള വലിയ പറമ്പിൻ്റെ ആവശ്യവുമില്ല. അവിടെ പണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല. നീ ഓരോ സലാത്ത് പറയുമ്പോഴും അത് നിൻ്റേതായിരിക്കുന്ന കണക്കിൽ പെട്ടിക്കഴിഞ്ഞു. അതിന് 1000-ഓ 10,000-ഓ ലക്ഷങ്ങളോ കൂട്ടി അവിടത്തേക്ക് സെൻഡ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും ഇതെല്ലാം അനാചാരമാണ്. ഇൻകമിങ് പ്ലാനാണ്, കാശുണ്ടാക്കാനുള്ള പണിയാണ്. ഇപ്പോൾ സഹായിക്കുന്നുണ്ടെങ്കിൽ വയനാടിലേക്ക് സഹായിക്കൂ. സന്ദർഭങ്ങൾക്ക് ഒത്ത് ഏത് സന്ദർഭത്തിൽ ആർക്കാണ് എന്താണ് ആവശ്യമുള്ളത് അതിനെ സഹായിക്കും. നിൻ്റെ അടുത്ത വീട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടാകും. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കാശില്ലാതെ വിഷമത്തിലായിരിക്കും, ഒരുപാട് കടത്തിലായിരിക്കും. പെൺകുട്ടികളെ കെട്ടിക്കാൻ പണമില്ലാതെ അവൻ വിഷമത്തിലുള്ള സന്ദർഭത്തിൽ അവൻ്റെ വീട് പോലും പണയം വെക്കാൻ പോകുന്ന സന്ദർഭങ്ങളെല്ലാം തെറ്റിക്കാൻ നോക്കൂ. നീ സഹായിച്ചും കൊണ്ട് നിൻ്റെ അടുത്ത് ഒരുപാട് പാവങ്ങൾ ഉണ്ടാവുകയില്ല.
നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മളൊരു 10 പേർ 10 വീടുണ്ടെങ്കിൽ അവിടെ 2 3 വീട് പാവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഉള്ളതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്കും നമ്മൾ ചെയ്തു കൊടുക്കാം, ഇത്ര ആൾ കൂടിക്കൊണ്ട് ചേർന്നും കൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പണം കൂട്ടിവെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്വലാത്ത് മജ്ലിസുകളും അതുപോലെ ഖബറിൻ്റെ കച്ചവടക്കാരും അവിടെ പണം നിരന്തരമായി വീഴാനുള്ള തന്ത്രങ്ങളെയും നിങ്ങളെല്ലാം പൊളിച്ചു കളയണം. അടുത്തുള്ളവർക്ക് നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. ഒരുപാട് പെൺകുട്ടികൾ ആരെയോ കൂടെ ഇറങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ ഇല്ലാണ്ടാക്കണം. അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷ ഇട്ട് കൊടുക്കണം. എനിക്ക് 18 20 ആകുമ്പോൾ എൻ്റെ വീട്ടിൽ പണമില്ലെങ്കിലും എൻ്റെ ബാപ്പക്ക് അതിൻ്റെതായിരിക്കുന്ന കഴിവില്ലെങ്കിലും അടുത്ത വീട്ടുകാർ എല്ലാവരും ചേർത്ത് മറ്റൊരു വീട്ടിൻ്റെ പെൺകുട്ടിയെ മറ്റൊരു നാട്ടിൽ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തതുപോലെ എൻ്റെ നാട്ടിലും എന്നെയും കെട്ടിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ ഇട്ട് കൊടുക്കുക. ഇവരെ പോലെയുള്ള കാറും വണ്ടിയും അതുപോലെ ഒരുപാട് ആളും വാളും എല്ലാം ഇവർക്ക് നിയമിക്കാൻ വേണ്ടി, അവർക്ക് വെറുതെ ശമ്പളം കൊടുക്കാൻ വേണ്ടി, ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഓരോ സ്വലാത്ത് മജ്ലിസുകളും ഓൺലൈൻ മജ്ലിസുകളെ നിർത്താൻ ശ്രമിക്കൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.